കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SC/ST ആക്ട് 1989 അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 313 എന്ന് പറയുന്ന ഒരു സെക്ഷനുമാണ്. ഈ സെക്ഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. അതായത് SC/ST ആക്ട് നോട്ട് അട്രാക്റ്റഡ് ഇഫ് കാസ്റ്റ് ബേസ്ഡ് വെർബൽ അബ്യൂസ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ഹൗസ് വിത്ത് നോ ഔട്ട്സൈഡർ എന്നുള്ളതാണ്. വിത്ത് നോ ഔട്ട്സൈഡർ. കാരണം പലപ്പോഴും ഈ ഇൻ്റർകാസ്റ്റ് മാരേജുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള മാരേജസ് എല്ലാം സംഭവിക്കുമ്പോൾ പലപ്പോഴും ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് എതിരെ ഈ ഒരു ആക്ട് പ്രകാരം കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ ഭാര്യേനെ ഭർത്താവ് അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു കേസുകൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ സെക്ഷനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റ്നസിൻ്റെ സാന്നിധ്യത്തിലോ ഒരു പാർട്ട്ണറെ മറ്റേ പാർട്ട്ണറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അങ്ങനെ വിളിച്ചാൽ മാത്രമാണ് അത് ഈ SC/ST ആക്ട് 1989 പ്രകാരമുള്ള ഒരു കുറ്റമാവുകയുള്ളൂ. കൂടാതെ സെക്ഷൻ 3(1)S പ്രകാരമുള്ള വ്യക്തിയെ കോടതിയിൽ ട്രയൽ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യവും വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വിധി ജസ്റ്റ് ഒന്ന് കാണാം. അതായത് ദ ഹൈക്കോർട്ട് held that verbal abuse by utterance of caste name of a member of SC or ST would not be an offence under Scheduled Caste and Scheduled Tribes Prevention of Atrocities Act 1989, that is SC/ST Act, if such incident takes place within a house where no outsider is present. Moreover, a person can be subjected to trial for the offence under section 3(1)S of the SC/ST Act only if utterance by him were made in any place within a public view എന്നാണ് കോടതി പറയുന്നത്. ഒരു കിടിലൻ വിധിയാണ്. പലപ്പോഴും ഈ വിധിയെ മിസ്യൂസ് ചെയ്യുന്ന പാർട്ട്ണർമാരുണ്ടെങ്കിൽ അവർക്ക് എതിരെ ഈ കോടതി വിധി നിങ്ങൾക്ക് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.